നമസ്കാരം. ലോകത്ത് അതിവേഗം പടരുന്ന കോവിഡ് വകഭേദം ഒമിക്രോൺ JN.1 കേരളത്തിലും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനം ജാഗ്രതയിലാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് JN.1 വകഭേദമെന്നും ഇത് എത്രത്തോളം വ്യാപനശേഷി ഉള്ളതാണെന്നും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് JN.1. സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ഈ വൈറസിനെ ആദ്യം കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് ചൈനയിലും 7 കേസുകൾ സ്ഥിരീകരിച്ചു. ആകെ 38 രാജ്യങ്ങളിലായി ഈ വൈറസ് പടരുന്നുണ്ട്. കേരളത്തിലും ഔദ്യോഗികമായി കേസ് സ്ഥിരീകരിച്ചതോടെ ഈ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി. ചില രാജ്യങ്ങളിൽ രോഗലക്ഷണവുമായി നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിൽ എത്തുന്നതിന് കാരണം ഈ വൈറസിന്റെ സാന്നിധ്യമാണെന്നാണ് വിലയിരുത്തൽ. തുടർന്ന് സിംഗപ്പൂരിലടക്കം അധികൃതർ യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു. ബൂസ്റ്റർ ഡോസിന്റെ ആവശ്യകതയെക്കുറിച്ചും പലയിടത്തും ചർച്ചയാവുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ കണ്ടെത്തിയ XBB അടക്കമുള്ള വകഭേദത്തെക്കാൾ JN.1 വകഭേദം വളരെ വേഗത്തിൽ പടരുന്നതും പ്രതിരോധശേഷിയെ മറികടക്കുന്നതുമാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കോവിഡ് ബാധിച്ച് രോഗം ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുക്കാത്തവരെയും ഈ വൈറസ് ബാധിക്കും. JN.1ന്റെ രോഗലക്ഷണങ്ങൾ മറ്റു വകഭേദവുമായി സാമ്യമുള്ളതാണ്. പനി, ജലദോഷം, തലവേദന അടക്കമുള്ള ലക്ഷണങ്ങൾ കാണുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. 4-5 ദിവസങ്ങൾക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമാവുക. ഒമിക്രോൺ വകഭേദം പടരുമ്പോൾ തന്നെ കൂടുതൽ വകഭേദങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനോടകം പല രാജ്യങ്ങളിലും ജനങ്ങൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ മുന്നറിയിപ്പ് നൽകി നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലും അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്ന് ഇനി അറിയേണ്ടതുണ്ട്. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക, ശുചിത്വം പാലിക്കുക, രോഗലക്ഷണമുള്ളവർ ഒട്ടും വൈകാതെ പരിശോധനയ്ക്ക് വിധേയരാവുക തുടങ്ങി നേരത്തെ നാം ശീലിച്ച മുൻകരുതലുകൾ തന്നെയാണ് ഈ വൈറസിനെ ചെറുക്കാനും സ്വീകരിക്കേണ്ടത്. ഭയക്കാതെ ജാഗ്രത പാലിച്ച് ഈ വൈറസിനെ നമുക്ക് തോൽപ്പിക്കാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.